ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം, നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺസ് കിട്ടിയിട്ടുണ്ട്. 22,211 22,203 ആണ് ആ ലെവൽസ്. അതൊന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴത്തെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു സപ്പോർട്ടും മുകളിലത്തെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ആണ്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺ വരെ വരാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് സെൽ പ്രഷർ വന്നാൽ നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഒരു ബൈ പ്രഷർ കാണണമെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ചാൻസസ് ആണ് നാളെ നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പോൾ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നാളെ ഈ ഒരു ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്കൗട്ടിൽ തന്നെ ബൈ എടുക്കരുത്, അല്ലെങ്കിൽ സെല്ല് എടുക്കരുത്. നമ്മൾ രണ്ട് അടുത്ത ക്യാൻഡിൽ കൂടി വാച്ച് ചെയ്യണം. നമ്മൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെക്കി ആൻഡ് ഷീ ക്യാൻഡിൽസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ബാങ്ക് നിഫ്റ്റി നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് നമുക്ക് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഒരു അപ്പ് സൈഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾ ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടി നമ്മൾ 2 സ്റ്റോക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് BHEL ആണ്. അപ്പോൾ BHEL നമുക്ക് ഈ 2 ഹൈയും തമ്മിൽ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് BHELൻ്റെ ലെവല്. ഇനി അടുത്ത സ്റ്റോക്ക് ജിയോഫിൻ ആണ്. അപ്പോൾ ജിയോഫിൻ നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോടും മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴത്തെ ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട്. ഓക്കെ, ഇനിയിപ്പോൾ മുകളിലേക്ക് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയാണ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. അടുത്തത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഈ സ്റ്റോക്സുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.